ഹായ് ഹലോ, ഞാൻ നിഖില നാസി. ഇന്നൊരു മിനി വ്ലോഗ് കണ്ടോക്കിയാലോ? അങ്ങനെ ചാർജില്ല ഗൈസ്, ചാർജ് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നുള്ളത്. പോവാനാവാണ് ചാർജ് കാണുന്നത്. എനിക്ക് നിങ്ങൾക്കുള്ള പിരാന്തുണ്ടോ? ഒന്ന് നല്ല ഭംഗി ഫോം നോക്കുന്നുണ്ടാവും. പോവാനാകുമ്പോഴത്തേക്ക് ഒരു ചാർജ് കൊടുത്തേക്കാൾ റെഡി ആകുമ്പോഴത്തേക്ക് 5 മിനിറ്റ് കൊണ്ട് റെഡി ആയിട്ടാവും. അപ്പോഴത്തേക്ക് ചാർജ് ചെയ്യുക അത്രയും ആയിട്ടുണ്ടാവും. പിന്നെ കുറച്ച് നേരെ എന്നിട്ട് ചാർജ് വെച്ചിട്ട് ക്യാമറ ഇങ്ങനെ ഓണാക്കി വെക്കാനും മറക്കില്ല കേട്ടോ. എന്നാലല്ലേ ചാർജ് വേഗം തീരും. പിന്നെ നേരെ ഇറങ്ങിയിട്ടുള്ളത് നമുക്കിന്ന് ഹോസ്പിറ്റലും അതോടെ ഈടും എല്ലാം കുറേ സ്ഥലം വരെ പോകാറുണ്ട്. സോ ഹോസ്പിറ്റലിൽ എന്തെന്ന് വെച്ചെങ്കിൽ അയ്യനെ അഡ്മിറ്റ് ആയിട്ടുണ്ട്. അവർക്ക് ഫുഡ് കൊടുക്കാൻ പോകാനായിട്ടാ. അങ്ങനെ അയ്യനുണ്ടല്ലോ മിയോ മിയോ എന്ന് പറഞ്ഞിട്ട് പൂച്ച കളി കളിക്കുന്നുള്ളത്, പൂച്ചായിട്ടുള്ളത്. സോ എല്ലാവർക്കും ഹായ് തരുന്നുണ്ട്. എല്ലാവരും ഹായ് ആക്കാം. ഉമ്മ എനിക്ക് മാത്രം കേട്ടോ, നിങ്ങൾക്കൊന്നുമില്ല. എനിക്ക് തന്നെ കിട്ടുന്നത് എന്തെങ്കിലും ഒന്ന് എപ്പെങ്കിലും ഒരിക്കലായിരിക്കും കിട്ടുന്നത്. സോ റെഡി എല്ലായിട്ട് ചെക്കനെ കണ്ടാ മണ്ണിൽ കളിക്കുന്നത്. എൻ്റെ പൊന്നെ, എനിക്കെല്ലാം സഹിക്കാൻ പറ്റും. റെഡി ആക്കിയിട്ടുണ്ടല്ലോ, ഓട്ടോറിക്ഷ വരുമ്പോഴത്തേക്ക് ഈ ഡ്രസ്സിന് അവന് ഒരു വകയാക്കിയിട്ടുണ്ടാവും. ആടെത്തുമ്പോഴത്തേക്കുണ്ടോ അവന് കോലം കെട്ടി കണിക്കുന്നുണ്ടാവും. കുഞ്ഞിക്ക് ഡ്രസ്സേ ഇല്ല എന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥ വരും. കുഞ്ഞിന് ഡ്രസ്സൊന്നും നനക്കലേ ഇല്ലേ, കുഞ്ഞിനൊന്നും നോക്കലേ ഇല്ലേ, നീ നല്ല ഭയങ്കര റെഡി ആയിട്ട് വന്നിനല്ല, കുഞ്ഞിനെന്തെങ്കിലും റെഡി ആയിട്ട് വന്ന് അങ്ങനത്തെ ഇതെല്ലാം കേൾക്കേണ്ടി വരും കേട്ടോ. അങ്ങനെയാണ് ഈ ചെക്കന് റെഡി ആയിട്ട് മുറ്റത്ത്. അപ്പോഴത്തേക്കും നമുക്ക് കാണുന്നില്ല, ഓട്ടോറിക്ഷ കയറി ഒരു പകുതി എത്തുമ്പോഴത്തേക്കും അവൻ്റെ ഡ്രസ്സിനെ കോലം കാണുന്നത്. എന്താ വെച്ചാൽ നല്ല ഭയങ്കര കുട്ടപ്പനായിട്ട് എല്ലാം പൗഡറും ക്രീമെല്ലാം ഇട്ടിട്ട് ഡ്രസ്സെല്ലാം ഇടുമ്പോഴത്തേക്ക് എന്ന് മുഞ്ചനായിട്ടുണ്ടായത് പോകുമ്പോഴത്തേക്ക് ഡ്രസ്സിൻ്റെ കൊല അവനെ എത്തിച്ചിട്ടുണ്ടാവും കേട്ടോ. ഒരു വക എത്തിച്ചിട്ടുണ്ടാവും. ഇപ്പം ഉണ്ടല്ലോ ചെക്കന് ബസ് എല്ലാവർക്കും ഹായ് ഹായ് ആക്കുന്നില്ല. ഞാൻ പറഞ്ഞ മോനെ ആംബുലൻസ് മോനെ അതിൽ സീരിയസ് ആയ ആൾക്കാരെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് ഓന് ചോറായിട്ട് ഹായ് ആക്കുന്നില്ലത്. അങ്ങനെ എന്ത് പറയല്ലേ, എന്ത് പറയല്ലേ, ഇനി നേരെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടാ. നമുക്ക് കാഞ്ഞങ്ങാടിയിൽ ദീപിൻ്റെ ഓപ്പോസിറ്റ് സഹകര അങ്ങനെ എന്തോ പറഞ്ഞിട്ടില്ല ഹോസ്പിറ്റലിൽ കഴിച്ചാൽ. എനിക്ക് പേരറിയില്ല. പേരറിഞ്ഞാലും എനിക്ക് പറയാൻ കിട്ടുന്നില്ല. ഞാൻ ഒരു മലയാളത്തിലുള്ളവർ ഹോസ്പിറ്റലിൽ അങ്ങനെ നല്ല രസമില്ല. അങ്ങനെ ഉള്ളിൽ താഴെ നോക്കുമ്പോൾ അതിൻ്റെ രസമില്ല. പക്ഷെ മുകളിൽ ഭയങ്കര ലൈറ്റും നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ അയ്യൻ എങ്ങനെയല്ലോ ആക്കിയിട്ട് ഉള്ളിൽ ആക്കാണ്ട് സെറ്റപ്പിലുള്ളത്. പക്ഷേ ഓന് പോകുന്നില്ല. ഞാൻ വന്നെങ്കിലേ പോകുന്നു. എനിക്കുണ്ടല്ലോ ഓൾറെഡി എനിക്ക് കുറച്ച് പണി തന്നിട്ടുണ്ട്, കുറച്ച് സാധനം വാങ്ങാൻ. അതിന് വേണ്ടിയിട്ട് ഞാൻ അയ്യന് ഡോറ് ഓപ്പൺ ആക്കുമ്പോഴത്തെ അയ്യന് കയറിയതൊന്നും അറിയാം. ഞാൻ പാച്ചിൽ പിന്നെ ഒന്നും നോക്കിയില്ല. എനിക്ക് ഈ ആംബുലൻസ് കാണുമ്പോണ്ടല്ലോ ഇതിനെ കാണുമ്പോൾ ഓർമ്മ നിന്നിട്ടാ അതമ്മി ബസ് അല്ല ഹായ് ഹായ് ടാറ്റ പറഞ്ഞുകൊണ്ടുണ്ടായിന്. അങ്ങനെ നേരെ കുഞ്ഞൊരു പിടിയിൽ വന്നിട്ടുള്ളത് കേട്ടോ. ഇവിടെ ഈ പീടിയെ കാണുന്നില്ലത്, അപ്പുറമൊന്നും കാണുന്നില്ല. അങ്ങനെ സാധനം എല്ലാം വാങ്ങിച്ച് നേരെ പോയി. എൻ്റെ മനസ്സിലൂടെ പോകുമ്പോണ്ടല്ലോ ഒറ്റ വിചാരം, പഠിച്ചോനെ എനിക്കിപ്പോൾ ഉണ്ടല്ല, ഞാനില്ലാതെ പറ്റിയേയില്ല കേട്ടാ. ഇനി എന്ത് കുലുമാലാക്കിയിട്ടുണ്ടാവും. ഒന്ന് ഹോസ്പിറ്റലിൽ ഓക്സിജൻ ഇതെല്ലാം ഉണ്ടാവും കേട്ടോ. എന്താക്കുന്നു വെച്ചാൽ ചെക്കന് കൂളായിട്ട് തിന്നുന്നുണ്ട് കേട്ടാ. ഞാൻ ചോദിച്ചല്ലോ എൻ്റെ കുഞ്ഞെന്നെ കാണാതെ കരിയായിരിക്കും. അങ്ങനത്തെ ഒരു കൂസലില്ല. പേരക്കെങ്കിലും ഇപ്പോൾ അടുക്കടുക്ക് ഞാൻ എവിടെ പോയാലും കരഞ്ഞിട്ട് നിലയിലതാക്കുമ്പോൾ നസിരാ കുഞ്ഞ് കരിയുന്നുണ്ട് പാന്നറിയും. എന്ന് വെച്ചെങ്കിൽ ഉമ്മാനെ നിലയില്ലാതാക്കോനെ. അങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ട് വരും കേട്ടാ. ആളിയാൾക്ക് ഓക്സിജൻ അതെല്ലാം ഉണ്ട് കേട്ടോ. ആളിയാൾക്ക് കുറച്ച് എന്താ പറയില്ലേ, ഹെൽത്ത് മൊത്തത്തിൽ ഓക്കെ ഇല്ല, എന്തെല്ലോ പ്രശ്നം. സോ അങ്ങനെ അഡ്മിറ്റ് ആക്കിയിട്ടില്ലത് കേട്ടോ. പ്രശ്നമില്ലാത്ത പ്രശ്നമൊന്നും ഇല്ല ആളിയാൾക്ക്, എല്ലാം പ്രശ്നമുണ്ട്. ഇപ്പം ഫുള്ളായിട്ട് വീക്കായിട്ടുണ്ട്. നല്ല എങ്ങനെ ഉണ്ടായ ആളേനെന്നറിയോ, പെട്ടെന്ന് എന്തോ ആയിപ്പോയി. പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ പറയുക, നമ്മളെ അവസ്ഥ എപ്പോൾ എന്താവുമെന്ന് അറിയുന്നില്ലല്ലോ. സോ ഇപ്പം എനിക്കുണ്ടല്ലോ അല്ലിനെ കാണുമ്പോൾ എൻ്റെ ചിന്തിക്കുമ്പോൾ എനിക്ക് എന്നറിയാം, എനിക്കിപ്പം ഈ ഒരു ഏജിൽ ഇങ്ങനെ ആയി. അളിയൻ്റെ എത്ര ഏജ് ആകുമ്പോഴത്തേക്ക് ഞാൻ ഉണ്ടാവാൻ എനിക്കറിയില്ല കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ എന്തെങ്കിലും മൂലക്കാവുമായിരിക്കും. ആവാതിരുന്നാൽ മതി. എല്ലാവരും ദുആ ചെയ്യുക. അപ്പോൾ എന്തായാലും അളിയനെ കാണുമ്പോൾ ശരിക്കും ബേജാറായിട്ടാ. എന്ന് വെച്ചെങ്കിൽ എങ്ങനെ ഉണ്ടായെന്നറിയാം, നല്ല ഉഷാറുണ്ടായ ആളേന്. ഇപ്പം കാണുമ്പോൾ ഒന്നുമില്ല. ഇങ്ങനെ എല്ലാം ഇപ്പം നമ്മ എന്താ പറയല്, ഉദാഹരണം എങ്ങനെ പറയുന്നതെന്നറിയാം. ഇപ്പം വെയിറ്റ് ലോസ് ആക്കുന്നില്ല, നല്ല തടിയില്ലാതെ വെയിറ്റ് ലോസ് ആക്കിയിട്ടാകുമ്പോൾ എല്ലാ സ്കിന്നെല്ലാം ഇങ്ങനെ നെലിക്കോണ്ടുണ്ടാവും. സെയിം അതന്നെ സിറ്റുവേഷൻ ഉണ്ട്. അല്ലെങ്കിൽ എൻ്റെ കൈ ചങ്ങിൻ്റെ അവിടെ ഫുൾ എന്തോ ആയിട്ടുണ്ട്. കണ്ടിട്ട് ബേജറായി. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് കഥലും പറഞ്ഞിട്ട് നേരെ ഈ ചെക്കനെ മുടി മുഴിക്കാൻ പോകുന്നില്ല കേട്ടോ. കുറേ ആയി ഞാനുണ്ടല്ലോ മില്ലാതിന് കുഞ്ഞിനെ നല്ല ഭയങ്കര റെഡിയാക്കണം, മുടിയെല്ലാം വേണമെന്നല്ല പറഞ്ഞിട്ട് ഇങ്ങനെ പൊന്നിച്ചിട്ട് വെച്ചത്. അപ്പം പോകുമ്പോൾ പറയുന്നതിനെ മുറിക്കും എൻ്റെ ജുബിമല ഇട്ടിട്ട് തന്നെ ബാട്ടുന്നുണ്ടായിന്. മുറിക്കാൻ പറ്റില്ല. കുഞ്ഞിന് മുടിയൊക്കെ അങ്ങനെ ഇങ്ങനെ അച്ഛല്ല എത്ര പയ്യത്തെല്ലാം ഉണ്ടായിരുന്നറിയോ.
അപ്പോൾ എന്താ പറയുക എന്തെങ്കിലും ഇല്ലാതെ കിട്ടിയിട്ട് അങ്ങനെ ഇന്ന് കുഞ്ഞിൻ്റെ മുടിൻ്റെ തീരുമാനത്തിൽ ഒരു ഇതാക്കാന്ന് പറഞ്ഞിട്ട് തീരുമാനമാക്കാന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ല കേട്ടാ. ഞാനിപ്പോൾ കുറേ ദിവസമായിട്ട് ABCDയിൽ മാത്രം വരുന്നില്ലത്. എന്തെന്നറിയില്ല, ഇനി മാറ്റി പിടിക്കാനോ ഒന്നും അറിയില്ല. എനിക്ക് കുറച്ച് ഓക്കെ ഉണ്ട് കേട്ടാ. അങ്ങനെ ഇതാ എൻ്റെ പ്ലാൻ ഉള്ളതെന്ന് വെച്ചെങ്കിൽ ഉമ്മാനെ ഇവിടെ ഇരുത്തിച്ചിട്ട് ഓൻ്റെ അടുത്ത് ഒരാൾ വേണം കേട്ടോ. എന്ന് വെച്ചെങ്കിൽ തലവന് ടൈറ്റ് പിടിക്കില്ല, അപ്പോൾ ഒരാൾ ഇങ്ങനെ പിടിക്കാൻ വേണം. സോ ഞാൻ എന്താ പറഞ്ഞു ഉമ്മനോട്, ഞാൻ വേഗം കൊറിയർ ഉണ്ട് എനിക്കൊന്ന് വന്നിട്ടുണ്ട്, സോ ഞാനത് വേഗം വാങ്ങിയിട്ട് വരാമ, അതും മടിയനിലല്ലേ ഏട്ടാ. അപ്പോൾ ഉമ്മ അവനൊന്ന് നോക്കിക്കോന്ന്. പക്ഷേ പോകുമ്പോൾ ടെൻഷൻ ഇതന്നെ കേട്ടാ, ഇനെന്താ പറയുക കരയോ പിടിക്കോ എന്നല്ലോ എന്തെല്ലോ ടെൻഷൻ. അപ്പോൾ കൊറിയറിൻ്റെ അവിടെ എത്തുമ്പോൾ എൻ്റെ പൊന്നെ ഫുള്ള് കൊറിയർ ഇട്ടാ. ഞാൻ കുറച്ച് ഇത്രയാ, ഇത് മാത്രമല്ല അവരെ ഓഫീസിൻ്റെ ഉള്ളിൽ വേറൊരു റൂമുണ്ട്, അതിനുള്ളിലായ എൻ്റെ പൊന്നെ എത്ര എണ്ണം എന്നറിയോ. മുമ്പ് ചാമുണ്ടിക്കുന്നിലുണ്ട് ഉണ്ടായതിട്ട്, എനിക്ക് ഇപ്പം ചാമുണ്ടിക്കുന്നിലുണ്ടോയെന്ന് അറിയില്ല, പക്ഷെ ഇപ്പം മടിയനിലായിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത് തന്നെ അല്ലേ, വേഗം പോയിട്ട് വാങ്ങിയിട്ട് നടന്നിട്ട് പോകുന്നുള്ളത് കേട്ടോ. ഒരു 5 മിനിറ്റ് വന്നാൽ മതി, അപ്പോഴത്തേക്ക് എത്തും. അങ്ങനെ അതാ എൻ്റെ അള്ളാ റോഡിൽ നടന്നതല്ലേ, എന്ത് ചൂടെന്ന് പറയും. ഞാൻ സ്കാർഫൊക്കെ ഇട്ടിട്ട് എങ്ങനെ അയച്ചിരുന്നില്ല, ഭയങ്കര ചൂട്, കത്തുന്നൊരു ചൂട് കേട്ടോ. അങ്ങനെ ഈടെത്തിയിട്ട് ആകുമ്പോഴത്തേക്ക് അയനെ മുടി മുറിക്കുന്നുണ്ട്. ബേജാറായതെന്നറിയാം, ഞാൻ പോകുമ്പോഴത്തേക്ക് അയ്യന് ഇരുന്നിട്ട് തൂങ്ങുന്നുണ്ട്. കണ്ണിലെ ഞാൻ അയ്യനെ വിളിച്ചതിട്ട് അയ്യനും ഉറങ്ങല്ല, നമുക്ക് പോവാറായി, വേഗം മുടി മുറിക്കുന്നു. അതുവരെ കുഞ്ഞ് തൂങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം എങ്ങനെയല്ലോ ആക്കിയിരുന്നു, പക്ഷെ ചെക്കനക്ക് ഉറക്കി എങ്ങനെ സെറ്റാകുന്നില്ല കേട്ടോ. കുറച്ച് നേരം നിന്ന് പിന്നെ അതാ പോയിട്ടാ. എന്താ പറയുക ഇതാ കണ്ട. പക്ഷേ അവിടുത്തെ ആംബിയേഷൻ കാണാൻ നല്ല രസമുണ്ടാ. അവിടുത്തെ എന്താ പറയുക സെല്ലൂണ് നല്ല നീറ്റാണ്, ക്ലീനും, കാണുമ്പോൾ നല്ലൊരു രസം. പിന്നെ ഇതാ അയന്നെ ഉറക്കെന്ന് പറഞ്ഞെങ്കിൽ എനിക്കിതല്ല ചിരിമ്പെന്ന് കുഞ്ഞിനെ കാണുമ്പോൾ അല്ല എന്തിനാ ഞാൻ ഇന്നലെ മുടി മുടിക്കാൻ വന്നിന്, അതൊരു ബേജാറായിട്ടാ. പക്ഷേ നല്ല ഉറക്കം. ഒന്നാമത്തെ ആടേസിയും ഭയങ്കര സൈലൻറ്റും നല്ലൊരു കാവൻ കഴിട്ടുണ്ടായിരുന്നിട്ടാ. ചെക്കനതാ എങ്ങനെ മുടി മുരിച്ചിട്ട് വരെ ഉറങ്ങുന്നുണ്ടായിരുന്നിട്ടാ. എന്നിട്ട് ഓൻ മുടി സെറ്റാക്കുന്നുണ്ട്. കുഞ്ഞിക്ക് എങ്ങനെ കണ്ടു തുറയുന്നില്ല. ലാസ്റ്റ് അങ്ങനെ തന്നെ ഉറങ്ങിയിട്ടാ. പിന്നെ ഓനെ അപ്പുറം പോയിട്ട് എന്തോ കൊണ്ടുവരുമ്പോഴത്തേക്ക് കണ്ട എല്ലാവർക്കെല്ലാം ഞാൻ അയനെ കുറേ വിളിച്ച് അയന് എനിക്ക് അല്ലെങ്കിൽ കാണുമ്പോൾ. പക്ഷേ ഹെയർ സ്റ്റൈല് കൊള്ളാൻ തോന്നിയിട്ടാ. ചെറുതാക്കുമ്പോൾ ബേജാറായി. ഇതിനേക്കാൾ ചെറുതാക്കാനാണ് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടായത്. പക്ഷെ ഓന് ഉറങ്ങിയത് കൊണ്ട് ഞാൻ പറഞ്ഞ ഇത് വേറെ തന്നെ, ഓനെ ആക്കിയത് വേറെ തന്നെ കേട്ടാ. സോ എന്ത് പറയല്, നല്ല ഉറക്കലുണ്ടായിരുന്നു. പക്ഷെ ഓക്കെ ഉണ്ടായിരുന്നു, രസം ഉണ്ടായിരുന്നു കേട്ടോ. മുറിച്ച് പിന്നെ കുറച്ച് ഓക്കെ ഉണ്ടായിന്. അതാ ഓനെ നോക്കി നിട്ടിട്ടുള്ളത്, ഓനെ എങ്ങനെയല്ലോ ഓനെ വിളിച്ചിട്ട് എണിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. പക്ഷെ നല്ല ഉറക്കലുണ്ടായിരുന്നു. എടുത്തിട്ട് കൃഷ്ണ നേരെ തട്ടിയിട്ട് അമ്മളത്തേക്ക് കുറച്ച് ഓക്കെ ആയി. പിന്നെ പറഞ്ഞു വേണ്ട അമ്മയ്ക്കേക്ക് ഇച്ച നടക്കട്ടെ, ഞാൻ ഇച്ച ഒച്ചയ്ക്ക് നടന്നോളൂ എന്ന് പറഞ്ഞു. ഇത്ര നേരം ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് നിന്നത് വേസ്റ്റ് ആയില്ല. പിന്നെ അവൻ്റെ കുറച്ച് മോഡൽ കേസ് കണ്ട ഷോ കാണിക്കാൻ എൻ്റെ മോനെ കൊണ്ടേ പറ്റൂട്ടാ. അങ്ങനെ കുറച്ച് നേരം അവൻ്റെ ഫോട്ടോസും എല്ലാം എടുത്ത് പിന്നെ നേരെ പോകാൻ നിൽക്കുന്നില്ല ഇതിട്ട്. പിന്നെ ഈടെ ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷ കിട്ടുന്നല്ല. വൈകുന്നേരം സ്കൂളിലെല്ലാം പോയിട്ടുണ്ടാവും. അങ്ങനെ കുറേ ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഓട്ടോറിക്ഷ കിട്ടി. പിന്നെ ഞാൻ അതിൻ്റെ വീഡിയോസ് എടുക്കുന്നില്ല. ഇതിന് നല്ല രസമില്ലേ, മുടി വെച്ചിട്ട് മുടിയും മുറിച്ച് പിന്നെ നല്ല നീറ്റുണ്ട്. അപ്പോൾ ശരി ഗൈസ്, ഇനി നെക്സ്റ്റ് വ്ലോഗിൽ കാണാം കേട്ടോ. ബൈ.